പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗൂഗിൾ നമുക്ക് ഒട്ടനവധി ആപ്ലിക്കേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഡോക്കിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്ത് അതിൽ നമ്മുടെ ലോഗിൻ ഐ ഡിയിലൂടെ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനാദ്യം ചെയ്യേണ്ടത്. അതിന് ആഡ് എന്നുള്ള ഒരു വിൻഡോയിലൂടെ ഒരു പാത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്തുകൊണ്ട് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡി, നമ്മുടെ സ്കൂൾ അക്കാദമിക് ഇമെയിൽ ഐ ഡി ആയിട്ടുള്ള DHOHSS.ACD എന്നുള്ള DHOHSS.ACD gmail.com എന്ന gmail.comയിലൂടെ എന്ന ഇമെയിൽ ഐ ഡി നൽകുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പാസ്വേഡ് ആയിട്ടുള്ള DHOHSS B ക്യാപിറ്റൽ ലെറ്റർ HOHSS@123 എന്ന പാസ്വേഡ് നൽകിക്കൊണ്ട് നമ്മൾ ഗൂഗിൾ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. നൽകിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ലഭിക്കും. അതിൽ നിന്ന് നമ്മൾ സ്വിച്ച് ചെയ്യുന്നു. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗോട്ട് ഇറ്റ്, ഇത് ചിലപ്പോൾ ചിലതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. ഗോട്ട് ഇറ്റ് കൊടുക്കുന്നു. നമുക്ക് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ വാഫിൾ ഐക്കൺ വന്നു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ വാഫിൾ ഐക്കൺ ഉണ്ട്. ഇതിലാണ് ഗൂഗിളിന്റെ മിക്കവാറും എല്ലാ പ്രൊഡക്റ്റുകളും അവർ സ്റ്റോർ ചെയ്തിരിക്കുന്ന, സേവ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്കിന്റെ ചിഹ്നമുള്ള ഐക്കണുള്ള ഒരു സ്ലോട്ടിലേക്ക് എത്തും. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് നമ്മൾ എത്തും. ഇതാണ് നമ്മുടെ പൂക്കരപ്പുറ സ്കൂളിന്റെ അക്കാദമിക് വർക്കിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഡോക്ക് ആപ്പ്, ഡോക്കിന്റെ വിൻഡോ ആണിത്. അതിൽ ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് രണ്ടെണ്ണം ഇവിടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരെണ്ണം തയ്യാറായിട്ടുണ്ട്. ഒരു അൺടൈറ്റിൽ ഡോക്യുമെന്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അൺടൈറ്റിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ ഇതിലുണ്ടായിരിക്കും. അത് നമുക്ക് ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും, നമുക്ക് നെറ്റ് ഉണ്ടെങ്കിലും നെറ്റ് ഇല്ലെങ്കിലും ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്കത് ഉപയോഗിക്കാം. മാത്രമല്ല നമുക്കിത് എല്ലാ വർഷത്തെ ക്ലൗഡ് സ്റ്റോറേജ് ആയതുകൊണ്ട് നമുക്ക് വർഷാവർഷം ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അതിൽ ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ബ്ലാങ്ക് പേജ് നമ്മൾ എടുക്കുന്നു. ഇനി ഇതിൽ നമുക്ക് എല്ലാം എല്ലാം ടൈപ്പ് ചെയ്യാം. ഇനി അതിൽ വേറൊരു സൗകര്യം എന്ന് പറയുന്നത് ഇതിൽ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൽ വോയിസ് ടൈപ്പിംഗ് ഉണ്ട്. വോയിസ് ടൈപ്പിംഗ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് അത് നമുക്ക് ഏതാണോ വേണ്ടത്, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഇനി മലയാളമാണെങ്കിൽ മലയാളം, ഹിന്ദി, തുളു, തെലുങ്ക്, ഏത് ഭാഷ, അറബിക്ക് ഏതാണോ ഭാഷ വേണ്ടത്. ഇപ്പം ഇംഗ്ലീഷ് തന്നെ കുറേ വേരിയൻസ് ഉണ്ട്, അമേരിക്കൻ ഉണ്ട്, ബ്രിട്ടീഷ് ഉണ്ട്. അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിക്ക് ടു സ്പീക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതൊക്കെ, നമ്മൾ ഓറലായിട്ട് പറയുന്നതൊക്കെ ഇതിൽ ടൈപ്പ് ചെയ്ത് വരും. ഹലോ കൊടുക്കുക. വാട്ട് ഈസ് യുവർ നെയിം? അപ്പൊ ഇങ്ങനൊരു സൗകര്യം അതിനുണ്ട്. ഇതും നമുക്ക് ഉപയോഗപ്പെടുത്താം. നമുക്ക് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷും, മലയാളം, അറബിക്ക്. അപ്പൊ അറബിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ സൗകര്യമാണ്. ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നവർക്കും മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇങ്ങനെ വോയിസ് ടൈപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ഇനി ഇത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് മാർക്സ് കൊടുക്കാം. അതിന് മേലെ ഉള്ള ഹെഡിങ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ചെയ്യാം. ഒരു പേജിൽ A4 3 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കാവുന്ന തരത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഇതിൽ സേവ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ബാക്കിയൊക്കെ വേർഡ്സിനും ഒക്കെ ചെയ്യുന്ന സമയത്ത് സേവ് ചെയ്യേണ്ടി വരും. ഇതിന് സേവ് ചെയ്യേണ്ട, നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഗൂഗിളിൽ പിന്നെ ക്ലൗഡ് സ്റ്റോറേജിൽ അത് സേവ്ഡ് ആണ്. ഓക്കെ, ഈ ഒരു സൗകര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക.